കർണാടകയിൽ ബി.ജെ.പി. വിട്ട മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഷെട്ടാറിനെ സ്വീകരിച്ചു. ബി.ജെ.പി. ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തിയെന്ന് ജഗദീഷ് ഷെട്ടാർ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഹൂബ്ലി ധാർവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ ഷെട്ടാർ മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് ജഗദീഷ് ഷെട്ടാർ ബി.ജെ.പി. വിട്ടത്. തുടർന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളായ ഡി.കെ. ശിവകുമാർ, സിദ്ധരാമയ്യ, രൺദീപ് സിംഗ് സുർജേവാല എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് കോൺഗ്രസിൽ ചേരാനുള്ള ഷെട്ടാറിന്റെ തീരുമാനം. രാവിലെ ബംഗളൂരുവിലെ കെ.പി.സി.സി. ആസ്ഥാനത്തെത്തിയ ഷെട്ടാറിനെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ജഗദീഷ് ഷെട്ടാറിന്റെ വരവ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. തന്നെ പോലൊരു മുതിർന്ന നേതാവിനോട് പാർട്ടി നല്ല രീതിയിൽ പെരുമാറാത്തത് വേദനിപ്പിച്ചെന്ന് കോൺഗ്രസിൽ ചേർന്ന ശേഷം ജഗദീഷ് ഷെട്ടാർ പറഞ്ഞു. ബി.ജെ.പി. തന്റെ ആത്മാഭിമാനം വ്രണപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മാന്യമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു. എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സീറ്റില്ലെന്ന് പറഞ്ഞതെന്നും ഷെട്ടാർ പറഞ്ഞു. ഉപാധികൾ ഇല്ലാതെയാണ് ഷെട്ടാർ കോൺഗ്രസിൽ ചേർന്നതെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ ഡി.കെ. ശിവകുമാർ പറഞ്ഞു. ഹൂബ്ലി ധാർവാഡ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഷെട്ടാർ മത്സരിക്കും. 2012 മുതൽ 2013 വരെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ജഗദീഷ് ഷെട്ടാർ യെദ്യൂരപ്പ കഴിഞ്ഞാൽ ലിംഗായത്ത് സമുദായത്തിന് ഇടയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ്. ഷെട്ടാറിന്റെ വരവോടെ വടക്കൻ കർണാടകയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.